നയന ഓഫീസിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ എല്ലാവർക്കുള്ള ഫുഡ് വാങ്ങിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. മുത്തശ്ശ, എനിക്ക് ഓഫീസിൽ നിന്ന് ആദ്യത്തെ സാലറി കിട്ടി. അതിൻ്റെ ഒരു സന്തോഷത്തിനാ ഞാൻ എല്ലാവർക്കുള്ള ബിരിയാണി വാങ്ങിച്ചത് എന്ന് നയന പറയുമ്പോൾ, അതിനെന്താ മോളെ, നീ എന്ത് വാങ്ങിക്കൊണ്ടുവന്നാലും ഈ വീട്ടിലുള്ളവർ അത് സന്തോഷത്തോടെ കഴിച്ചോളും. നീ ഫുഡ് എല്ലാവർക്കും എടുത്തു കൊടുക്ക് എന്ന് പറയുന്നുണ്ട് മുത്തശ്ശൻ. അത് കേട്ട് രേവതിയും അനാമികയൊക്കെ അങ്ങോട്ടേക്ക് വരുവാണ്. നിന്റെ ശമ്പളത്തിൽ നിന്ന് വാങ്ങിയ ഫുഡ് ഞങ്ങൾക്കൊന്നും വേണ്ട, ഞങ്ങൾക്ക് ആവശ്യമുള്ള ഫുഡ് ഉണ്ടാക്കാനേ ഞങ്ങൾക്കറിയാം എന്ന് രേവതി പറയുന്നുണ്ട്. നയന ആഗ്രഹിച്ചു വാങ്ങിക്കൊണ്ടുവന്നതല്ലേ, അതിന് നിങ്ങൾക്കെന്താ പ്രശ്നം? നിങ്ങൾക്ക് ഈ ബിരിയാണി വേണ്ടെങ്കിൽ കഴിക്കണ്ട, ഇത് കഴിക്കാൻ ഇവിടെ വേറെയും ആൾക്കാരുണ്ട്, അവര് കഴിച്ചോളും എന്നു പറഞ്ഞ ദേവയാനി അവരോട് തർക്കിക്കുന്നുണ്ട്. നയനേട്ടത്തിക്ക് ഓഫീസിൽ ജോലി കൊടുത്തത് അത് പോട്ടേന്ന് വയ്ക്കാം, പക്ഷേ 2.5 ലക്ഷം ശമ്പളം കൊടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്ന മുത്തശ്ശ? അതിന്റെ അഹങ്കാരാണ് ഇവളീ കാണിക്കുന്നതൊക്കെ. അവളുടെ ഒരു ബിരിയാണി, അനി നീ ഇത് കഴിച്ചേക്കരുത് എന്ന് പറഞ്ഞ് അനാമിക ദേഷ്യപ്പെടുന്നുണ്ട്. ആരെന്തു പറഞ്ഞാലും ഏട്ടത്തി വാങ്ങിയ ഫുഡ് ഞാൻ സന്തോഷത്തോടെ തന്നെ കഴിക്കും. എന്റെ ഭാര്യക്കാണെങ്കിൽ നല്ല ഫുഡ് ഉണ്ടാക്കി തരാനൊന്നും അറിയില്ല, അപ്പോ ഇതെങ്കിലും ഞാൻ ആസ്വദിച്ച് കഴിക്കണ്ടേ എന്ന് പറഞ്ഞനി ബിരിയാണി എടുത്ത് കഴിക്കുവാണ്. അത് കണ്ട് ദേവയാനിക്കും ആദർശിനൊക്കെ നയന ബിരിയാണി വിളമ്പി കൊടുക്കുന്നുണ്ട്. നല്ല ചിക്കൻ ബിരിയാണിയാ ഇവര് കഴിക്കുന്നത് കണ്ടിട്ട് എനിക്കാണെങ്കിൽ കൊതിയാവുന്നു. നമുക്കും പോയി കഴിച്ചാലോ മോളെ എന്ന് രേവതി ചോദിക്കുമ്പോ, അമ്മ വേണ്ട, ഇനി അത് കഴിച്ചാലേ ഇവരൊക്കെ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കും, അതുകൊണ്ട് നമുക്കുള്ള ഫുഡ് അമ്മ തന്നെ പോയി ഉണ്ടാക്ക് എന്ന് പറഞ്ഞ് അനാമിക അവിടെ നിന്ന് പോകുന്നുണ്ട്. നയന എല്ലാവരും കഴിച്ചു കഴിഞ്ഞ ബാക്കി വന്ന ബിരിയാണി കിച്ചണിൽ കൊണ്ടുപോയി വയ്ക്കുകയാണ്. നയന കിച്ചണിൽ നിന്ന് പോയ ശേഷം രേവതി അവിടേക്ക് വരുന്നുണ്ട്. എല്ലാരും നയന കൊണ്ടുവന്ന ഫുഡ് കഴിച്ചുകൊണ്ട് ഇന്നിവിടെ ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല, ഇനി എന്താ ഞാൻ ഉണ്ടാക്കുക, മണിയാണെങ്കിൽ 9:30 ആയല്ലോ എന്ന് രേവതി ആലോചിച്ച് നിൽക്കുമ്പോൾ അവിടേക്ക് അനാമിക വരികയാണ്. അമ്മ എന്താ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ? എനിക്കാണെങ്കിൽ വിശക്കുന്നു, നിൽക്കാൻ പോലും പറ്റുന്നില്ല. ഇനി അമ്മ ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ എടുക്കുമ്പോഴേക്കും ഒരുപാട് ടൈം ആവില്ലേ? ഓൺലൈനിൽ ഓർഡർ ചെയ്യണോ അമ്മ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അനാമിക. ആ സമയം രേവതി നയന ബാക്കി വെച്ച ബിരിയാണി അവിടെ വെച്ചിരിക്കുന്നത് കാണുകയാണ്. ഇനി ഓർഡർ ചെയ്യാനൊന്നും നിൽക്കണ്ട മോളെ, നമുക്കിതങ്ങ് കഴിച്ചേക്കാം എന്ന് രേവതി പറയുമ്പോൾ, ഇത് അവള് കൊണ്ടുവച്ച ഫുഡല്ലേ എന്ന് ചോദിക്കുവാണ് അനാമിക. ആയിക്കോട്ടെ, അവരെല്ലാരും കഴിച്ചല്ലോ, ഇത് നമുക്കും കൂടി വാങ്ങിയതല്ലേ, നമുക്ക് ആരും കാണാതെ ഇതങ്ങ് കഴിക്കാം, അവളൊക്കെ ഉറങ്ങിയിട്ടുണ്ടാവും എന്നൊക്കെ രേവതി പറഞ്ഞപ്പോൾ അനാമിക അതിന് സമ്മതം മൂളുന്നുണ്ട്. ശരി അമ്മ, ഇത് ഡൈനിങ് ടേബിളിൽ എടുത്തു വെക്ക്, ഞാൻ അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞ് അനാമിക പോകുന്നുണ്ട്. രേവതി ആ ഫുഡ് എടുത്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ വേണുവിന്റെ കോൾ വരികയാണ്. അയാളോട് സംസാരിക്കാനായി രേവതി പുറത്തേക്ക് പോകുന്നുണ്ട്. ആ സമയം നയന കിച്ചണിലേക്ക് വരുന്നുണ്ട്. എല്ലാവരും ഫുഡ് കഴിച്ചല്ലോ, ഇനി ഇതിവിടെ വെച്ചിട്ട് എന്താ കാര്യം, വേസ്റ്റ് ബോക്സിൽ കൊണ്ടുപോയി ഇടാം എന്ന് ചിന്തിച്ച് നയന ബാക്കി വന്ന ഫുഡൊക്കെ വേസ്റ്റ് ബിന്നിൽ കൊണ്ടുപോയി കളയുകയാണ്. ശേഷം തന്റെ റൂമിലേക്ക് അവൾ തിരിച്ചു പോകുന്നുണ്ട്. പിന്നീട് രേവതി ഫോൺ കോളൊക്കെ വെച്ച ശേഷം അവിടേക്ക് വന്ന് നോക്കിയപ്പോൾ താൻ എടുത്തു വച്ച ബിരിയാണി കാണാനില്ല. പകരം വേസ്റ്റ് ബിന്നിൽ അത് കിടക്കുന്നത് അവർ കാണുകയാണ്. ദേഷ്യം വന്ന രേവതി, ആരാ ഈ ബിരിയാണി വേസ്റ്റ് ബിന്നിൽ കൊണ്ടിട്ടത് എന്ന് ചോദിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്നുണ്ട്. അയ്യോ, അത് മൊത്തം കളഞ്ഞോ, ഇനി നമ്മൾ എന്തെടുത്ത് കഴിക്കുവാമേ, ഉറപ്പായും ഇത് അവളുടെ പണിയായിരിക്കും എന്ന് പറഞ്ഞ് അനാമികയും ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അത് കേട്ട് വീട്ടിലെല്ലാവരും അവിടേക്ക് എത്തുകയാണ്. നീ എന്തിനാടി ഇപ്പോ ബിരിയാണി വേസ്റ്റ് ബോക്സിൽ കൊണ്ടുപോയി ഇട്ടത് എന്ന് രേവതി നയനയോട് ചോദിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാരും കഴിച്ചു കഴിഞ്ഞു, ഇനി ഇതാരും കഴിക്കാൻ പോകുന്നില്ല, ബാക്കി വന്നത് ഞാൻ കളഞ്ഞു, അതിലെന്താ പ്രശ്നം എന്ന് നയന ചോദിക്കുന്നുണ്ട്. ഞാനും എൻ്റെ അമ്മയും കഴിക്കാനെടുത്തു വെച്ച ഫുഡാ അത് നീ വേസ്റ്റ് ആക്കിയത്, ഞങ്ങൾ കഴിക്കാതിരിക്കാൻ വേണ്ടി നീ വേണമെന്ന് കരുതിയല്ലടി അങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞ് അനാമിക ദേഷ്യപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഫുഡ് വേണമെന്ന് എനിക്കെങ്ങനെ അറിയും അനാമിക? ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന ഫുഡൊന്നും നിങ്ങൾ കഴിക്കില്ലെന്ന് നിങ്ങൾ തന്നല്ലേ പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ് നയന. വല്യമ്മ ഇത് കണ്ടില്ലേ, നയനേട്ടത്തി വാങ്ങി വെച്ച ബിരിയാണി കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അത് ഞാനും അമ്മയും കഴിക്കാൻ എടുത്തു വെച്ചതാ. നമ്മൾ റൂമിലേക്ക് പോയി തിരിച്ചു വരുമ്പോഴേക്കും ഏട്ടത്തി അത് വേസ്റ്റ് ബോക്സിലിട്ടു. ഇവർ ഈ ചെയ്തത് ഒട്ടും ശരിയായില്ല അല്ലേ വല്യമ്മേ? അങ്ങനെ അനാമിക പറയുന്നുണ്ട്. എടി, ആരോട് ചോദിച്ചിട്ടാടി അനാമിക മോള് കഴിക്കാൻ എടുത്തു വെച്ച ബിരിയാണി നീ വേസ്റ്റ് ആക്കിയത് എന്ന് ചോദിച്ച് ജാനകി നയനയോട് കയർക്കുകയാണ്. ദേ ജാനകി, ഇവര് രണ്ടുപേരും പറയുന്നത് കേട്ട് നീ നയന മോളെ കുറ്റം പറയണ്ട. നയന കൊണ്ടുവന്ന ഫുഡ് കഴിക്കില്ലെന്ന് പറഞ്ഞത് ഇവര് തന്നെയല്ലേ, അതുകൊണ്ട് ബാക്കി കൊണ്ട് കളഞ്ഞു, ഇതിലെന്താ തെറ്റുള്ളത് എന്ന് പറഞ്ഞ് അവരുടെ ഭർത്താവ് ജാനകിയോട് ദേഷ്യപ്പെടുന്നുണ്ട്.
അല്ല, ഞങ്ങൾ ഈ ബിരിയാണി കഴിക്കാൻ പോകുന്നു അറിഞ്ഞതിന് ശേഷമാണ് ഇവള് വേണമെന്ന് കരുതി ഇതൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞ് അനാമിക ചൂടാവുന്നുണ്ട്. എനിക്കിതൊന്നും അറിയില്ലായിരുന്നു അമ്മേ. ആരും ഫുഡ് കഴിക്കരുതെന്നൊന്നും എന്റെ മനസ്സിലില്ല എന്ന് നയന പറയുമ്പോൾ, നിനക്ക് എന്താടി അറിയാത്തത്? ഞാനും എൻ്റെ മോളും ഫുഡ് കഴിച്ചിട്ടില്ലെന്ന് നിനക്കറിഞ്ഞൂടെ എന്ന് ചോദിക്കുവാണ് രേവതി. നയന വാങ്ങിക്കൊണ്ടുവന്ന ബിരിയാണി നിങ്ങൾ ആരും കഴിക്കില്ലെന്ന് രേവതി തന്നെയല്ലേ നേരത്തെ പറഞ്ഞത്? അതുകൊണ്ട് എൻ്റെ മരുമകള് നിങ്ങൾ ഫുഡ് കഴിച്ചുവെന്ന് പോലും അന്വേഷിച്ചില്ല. അതിലെന്താ തെറ്റുള്ളത്? പിന്നെ ബാക്കി വന്നത് വേസ്റ്റ് ആക്കി കളഞ്ഞു. നിങ്ങൾ അവൾ കൊണ്ടുവന്ന ഫുഡ് സന്തോഷത്തോടെ വാങ്ങിയിരുന്നെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ. ഇതിൽ നയനയുടെ ഭാഗത്ത് ഒരു തെറ്റും കാണാനില്ല എന്ന് പറഞ്ഞ ദേവയാനി നയനയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇവള് കാരണം ഞാനും അമ്മയും പട്ടിണിയായില്ലേ, അത് മതിയോ എല്ലാവർക്കും എന്ന് അനാമിക പറയുമ്പോൾ, നിങ്ങൾക്കുള്ളത് ഉണ്ടാക്കാൻ നിങ്ങൾക്കറിയാമെന്നല്ലേ രേവതി നേരത്തെ പറഞ്ഞത്? ഉണ്ടാക്കി കഴിച്ചൂടെ എന്ന് ചോദിക്കുന്നുണ്ട് ദേവയാനി. മണി 10 കഴിഞ്ഞു. ഇനി ഞങ്ങൾ എപ്പോൾ ഉണ്ടാക്കി കഴിക്കാനാ വല്യമ്മേ? ഈ വിഷയം വെറുതെ വിടാന് ഞാൻ ഒരുക്കുമല്ല. ഇവള് കഴിക്കാതിരിക്കാൻ വേണ്ടി ഇത് മനഃപൂർവ്വം ചെയ്തത് തന്നെയാണ് എന്ന് പറഞ്ഞ അനാമിക വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അത് കേട്ട് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ എഴുന്നേറ്റ് അങ്ങോട്ട് വരുവാണ്. എല്ലാം ഞാൻ കേട്ടോണ്ട് നിൽക്കുമായിരുന്നു. നയനമോൾ ഒരിക്കലും ശത്രുക്കൾക്ക് പോലും ഫുഡ് കൊടുക്കാതിരുന്നിട്ടില്ല. വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നവളാ നയനമോള്. അല്ലാതെ ഇവിടുള്ളവരെ പോലെ അത് കൊടുക്കാതിരിക്കുന്ന പണിയൊന്നും എന്റെ നയനമോള് ചെയ്യില്ല എന്ന് പറയുകയാണ് മുത്തശ്ശൻ. അച്ഛൻ എന്തിനാ ഇവളുമാർക്ക് മറുപടി കൊടുത്ത് അച്ഛന്റെ വില കളയുന്നത്? അനാമികയ്ക്കും രേവതിക്കും ആ ഫുഡ് തന്നെ വേണമെന്ന് നിർബന്ധമാണെങ്കിലേ അവരത് വേസ്റ്റ് ബോക്സിൽ നിന്ന് എടുത്ത് കഴിക്കട്ടെ. അല്ലാതെ എൻ്റെ മരുമകളെ ശല്യം ചെയ്യുകയല്ല വേണ്ടത്. ഒരിക്കൽ ഇവരാരും കാണാതെ ഫുഡ് ഓർഡർ ചെയ്ത് കഴിച്ചില്ലേ? ചിക്കനോ മട്ടണോ എന്താന്ന് വെച്ചാൽ ഓർഡർ ചെയ്ത് കഴിക്കാലോ. അത് ചെയ്യാതെ പാതിരാത്രി ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. അനാമികയും രേവതിക്കും വേണ്ടി ഇവിടെ ആരുടെ ഉറക്കം കളയാൻ പറ്റില്ല. എല്ലാരും പോയി ഉറങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞ ദേവയാനി അവിടെ നിന്ന് പോകുന്നുണ്ട്. ബാക്കി എല്ലാവരും പോയ ശേഷം അനാമികയും രേവതിയൊക്കെ ആകെ വിശന്നിരിക്കുകയാണ്. ഇനി ഓർഡർ ചെയ്താൽ പോലും ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ നേരം വെളുക്കും അമ്മ. എനിക്കാണെങ്കിൽ വിശന്ന ഉറക്കം വരില്ലെന്ന് അറിഞ്ഞൂടെ എന്ന് അനാമിക പറയുമ്പോൾ നവ്യ അവിടേക്ക് വരുവാണ്. എന്താ തമ്പുരാട്ടിമാർക്ക് ഉറക്കം വരുന്നില്ലല്ലേ? നയന, അവള് വാങ്ങിക്കൊണ്ടുവന്ന ബിരിയാണി മനഃപൂർവ്വമല്ലേ നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞത്? അത് തട്ടിക്കളയുമ്പോൾ ഓർക്കണായിരുന്നു. എന്നിട്ടിപ്പോ യാതൊരു ഉളുപ്പില്ലാതെ അവള് കൊണ്ടുവച്ച ഫുഡ് ആരും കാണാതെ കഴിക്കാൻ പോയിരിക്കുക. നിനക്കും നിന്റെ അമ്മയ്ക്കൊക്കെ ഇത് തന്നെ കിട്ടണടി. എന്തൊരു അഹങ്കാരമായിരുന്നു. ഭക്ഷണത്തിന് മുമ്പിൽ ഇങ്ങനെ അഹങ്കാരം കാണിച്ചാലേ ദൈവം കോപിക്കും. അതെങ്കിലും നിങ്ങൾ മനസ്സിലാക്ക്. നിങ്ങൾക്ക് ഇങ്ങനെ പട്ടിണി കിടക്കാനാ യോഗം എന്നു പറഞ്ഞ് നവ്യ കളിയാക്കുന്നുണ്ട്. എടി, നീ എന്റെ മുന്നിൽ നിന്ന് പോകുന്നുണ്ടോ? നിന്റെ മുഖം കാണുന്നത് പോലും എനിക്ക് കലി വരും. നിന്റെ അനിയത്തി വാങ്ങിവെച്ച ബിരിയാണി ഞങ്ങൾക്ക് വേണ്ട. മതിയായോ നിനക്ക്? അതിലും ഭേദം ഈ വിശപ്പ് സഹിച്ച് ഇവിടെ ഇരിക്കുന്നത് തന്നെയാ എന്ന് അനാമിക അവൾക്ക് മറുപടി കൊടുക്കുന്നുണ്ട്.